സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ IE&T എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 4ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ്. ഓക്കെ, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമൂഹികപരമായിട്ടുള്ള ഹെൽത്ത്, അതായത് പോപ്പുലേഷനിൽ വരുന്ന ഹെൽത്തിന്റെ പ്രൊമോഷൻസ്, പോളിസി ഡെവലപ്മെന്റ്സ്, റിസർച്ചുകൾ, ഇതൊക്കെ നമുക്ക് പബ്ലിക് ഹെൽത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളതിനെ എന്തിനൊക്കെയാണ്? പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക ഹെൽത്തിനെ, അതുപോലെ തന്നെ ഡിസീസുകളെ പ്രിവെന്റ് ചെയ്യുക, ഇഞ്ചുറീസിനെ പ്രിവെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരിലും, സൊസൈറ്റിയിലുള്ള എല്ലാവരിലും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. അതിൽ ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ഹെൽത്തിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് അസസ്മെന്റ്, പിന്നെ പറയുന്നത് എന്താ? പോളിസി ഡെവലപ്മെന്റ്, അഷുറൻസ്, ഹെൽത്ത് പ്രൊമോഷൻസ്. അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കണ്ടക്ടിംഗ് സിസ്റ്റമിക് അസസ്മെന്റ്സ് ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഹെൽത്ത് നീഡ്സ് ഓഫ് പോപ്പുലേഷൻ ടു ഐഡന്റിഫൈ പ്രയോറിറ്റീസ്, ട്രെൻഡ്സ് ആൻഡ് ഡിസ്പാരിറ്റീസ് ഇൻ ഹെൽത്ത് ഔട്ട്കംസ്. ഓക്കെ, അതിലെന്താണ് പറയുന്നത്? അതായത് അതിൽ പറയുന്നത് മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു അസസ്മെന്റിൽ ഇപ്പൊ നമ്മളുടെ ഹെൽത്തിന്റെ ആഫ്റ്റർ അല്ലെങ്കിൽ ഹെൽത്തിന്റെ ആഫ്റ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ മുൻഗണനകൾ ഉണ്ടാവും, അതേപോലെ അതിലെന്തെങ്കിലും എന്താ പറയാ നമുക്ക് ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് അത് നമ്മളുടെ എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് ഹെൽത്തിലുള്ള ആളുകളുടെ ഹെൽത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ട് അസസ്മെന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പോളിസി ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്പിംഗ് എവിഡൻസ് ബേസ്ഡ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസ് ടു അഡ്രസ് പബ്ലിക് ഹെൽത്ത് പ്രയോറിറ്റീസ് ആൻഡ് ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ്. അതിന് എന്താണ് പറയുന്നത്? എവിഡൻസ് ഉള്ള, അതേപോലെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ, ഇന്റർവെൻഷൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യാതെ പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അഷുറൻസ്, എൻഷുറിംഗ് ദ അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് എസെൻഷ്യൽ പബ്ലിക് ഹെൽത്ത് സർവീസ്. അല്ലെ, അങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ളത്. ഹെൽത്ത് സർവീസും കാര്യങ്ങളും നമുക്ക് എത്രത്തോളം കിട്ടും, അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ അഷ്യൂർ ചെയ്യുന്നതിനെയാണ് അഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെൽത്ത് പ്രൊമോഷൻസ് ആണ്, അതായത് പ്രൊമോട്ടിംഗ് ഹെൽത്തി ബിഹേവിയർ, ലൈഫ് സ്റ്റൈല്, എൻവയോൺമെന്റൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അതൊക്കെ നമ്മൾ എന്താണ് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കണ്ടംപററി ഇഷ്യൂ ഇൻ പബ്ലിക് ഹെൽത്ത്. കോമൺ ആയിട്ട് വരുന്ന പബ്ലിക് ഹെൽത്ത് ഫേസ് ആയിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹെൽത്ത് ഇൻഇക്വാലിറ്റീസ്, പിന്നെ പറയുന്നത് എൻവയോൺമെന്റൽ ഹെൽത്ത്, ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മളുടെ പബ്ലിക് ഹെൽത്തിൽ വരുന്ന കണ്ടംപററി ഇഷ്യൂസിൽ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്ന എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പകർച്ചവ്യാധികൾ കാര്യങ്ങളൊക്കെ, അതിലിപ്പോൾ നമുക്ക് വരുന്നതാണ് COVID-19 എന്ന് പറയുന്ന ഒരു ഡിസീസ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രിവെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്താണ് ഈ ഒരു ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് അതിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ നോക്കി അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റിസ്, ക്യാൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഹെൽത്ത് ഇൻഇക്വാലിറ്റീസ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പാരിറ്റീസ് ഇൻ ഹെൽത്ത് ഔട്ട്കംസ് പെർസിസ്റ്റ് വിത്തിൻ ബിറ്റ്വീൻ കൺട്രീസ്. അതായത് ഒരു ഇതിലുള്ള നമ്മളുടെ രാജ്യത്തിലും അതല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തും ഉണ്ടാവുന്ന ഈ ഒരു ഔട്ട്കംസ്, ഹെൽത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് ഹെൽത്ത് ഇൻഇക്വിറ്റീസിൽ വരുന്നത്. പിന്നെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള എൻവയോൺമെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പബ്ലിക് ആയിട്ടുള്ള ഹെൽത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു 5 പോയിന്റ് ആയിട്ട് വരുന്ന പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്.
ഇനി പബ്ലിക് ഹെൽത്തിന്റെ ഈ ഒരു ഗ്ലോബൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് എന്തൊക്കെ റോളുകളാണ്? ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അല്ലെ, ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും നോക്കുക. പിന്നെ ഹെൽത്ത് പ്രൊമോഷനും എഡ്യൂക്കേഷനും ചെയ്യുക. പിന്നെ പോളിസി അഡ്വക്കേസിയും കാര്യങ്ങളും. പിന്നെ പറയുന്നത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. ഇതാണ് കോമൺ ആയിട്ട് ഒരു ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ ചാലഞ്ചേഴ്സ് ആണ് നമുക്ക് പബ്ലിക് ഹെൽത്തിന് വരാനായിട്ടുള്ളത്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ്, പിന്നെ ഹെൽത്തി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഹെൽത്ത് ഇക്വിറ്റി, ഡാറ്റ ആൻഡ് ടെക്നോളജി, പോളിസീസ്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസണുകളാണ് ഇതൊക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് എപ്പിഡമിയോളജി ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ഫീൽഡ് വിത്തിൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് പാറ്റേൺ, കോസസ് ആൻഡ് എഫക്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻ പോപ്പുലേഷൻ, അല്ലെ. നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ഈ ഒരു ഡിസീസിന്റെ പാറ്റേൺ എന്താണ്, അതേപോലെ തന്നെ എന്താണ് അതിന്റെ കാരണം, അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പോപ്പുലേഷനിൽ, ഇതിന്റെയൊക്കെ ഒരു സ്റ്റഡിയാണ്, അല്ലെ. ഇത് നമുക്ക് എന്തൊക്കെയാണ്? മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ പബ്ലിക് ഹെൽത്തിന്റെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതൊക്കെ, അതേപോലെ തന്നെ പാരസൈറ്റ്സ്, ഇതൊക്കെ ഉണ്ടാവുന്ന ഇതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ വരുന്നതെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ആവാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ എന്താണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വെള്ളം, എൻവയോൺമെന്റൽ സർഫസ്, ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏർലി ഒബ്സർവേഷൻ ആൻഡ് തിയറീസ്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻസ്മെന്റ് ഇൻ മൈക്രോബയോളജി. അതിൽ മൂന്നാമത് വരുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെയിം സംഭവങ്ങളാണ്. അതായത് നമ്മുടെ സോഷ്യൽ മെഡിസിൻ, അതുപോലെ പബ്ലിക് ഹെൽത്ത്, ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി മെയിൻ ആയിട്ട് വരുന്നത് കീ കൺസെപ്റ്റ് ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പിഡമിയോളജിയിൽ ട്രാൻസ്മിഷൻ ഡൈനാമിക്സ് ആണ്. അതിൽ വരുന്നത് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ബേസിക് റീപ്രൊഡക്ഷൻ നമ്പർ, ഹെർഡ് ഇമ്മ്യൂണിറ്റി. ഇത് മൂന്നുമാണ് കോമൺ ആയിട്ട് വരുന്ന പോയിന്റുകൾ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കാം, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കാം. പിന്നെ പറയുന്നത് ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ, അതായത് അതിന്റെ ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നതിന്റെ കാരണം സിംഗിൾ ഇൻഫെക്ഷൻ ആണോ, അതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സസ്പെക്റ്റബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഫോർ ഡിസീസ് സ്പ്രെഡ്. ഓക്കെ, അത് ഡിസീസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള റീസൺ കൂട്ടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഹെർഡ് ഇമ്മ്യൂണിറ്റി ആണ്. ദ ഇൻഡയറക്ട് പ്രൊട്ടക്ഷൻ ഫ്രം ദ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ സിഗ്നിഫിക്കന്റ് പ്രൊപ്പോർഷൻ of the population become immune either through vaccination, prior infection, reducing transmission with this community. Okay, അതായത് വാക്സിനേഷനും കാര്യങ്ങളും എടുക്കുന്നത് മൂലം നമുക്ക് എന്താണ്? ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ സെക്കൻഡ് പറയുന്നത് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. അതിൽ പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡ്, ക്ലിനിക്കൽ ഡിസീസ്, പിന്നെ പറയുന്നതാണ് കൺവലൻസൻസ്. അതിൽ അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം പീരീഡ് ആണ്. എന്താണ്? എക്സ്പോഷർ ടു ദ പാത്തോജൻ ആൻഡ് ഓൺസെറ്റ് സിംറ്റംസ് കാണിക്കുന്നവരേക്കുള്ള ആ ഒരു ടൈം പീരീഡ്. പിന്നെ ക്ലിനിക്കൽ ഡിസീസ് ആണ്. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംറ്റംസും സയൻസും എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നതിന്റെ നമ്മൾ കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ റിക്കവറി ഫേസ് ആണ് മൂന്നാമത്തേൽ വരുന്നത്. തേർഡ് വൺ പറയുന്നത് എപ്പിഡമിയോളജിക്കൽ ട്രയഡ് ആണ്. അതിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. അതായത് എന്താണ് നമ്മൾ സ്വീകരിക്കുന്ന ഈ ഒരു ഡിസീസ്, ആർക്കാണ് വരുന്നത്, ആരാണ് അതിന്റെ ഏജന്റ്, എൻവയോൺമെന്റൽ ഇത് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഇതൊക്കെ ഈ ഒരു ട്രാൻസ്മിഷന്റെ കാരണമായിട്ട് വരും. അതിൽ പറയുന്നത് ഹോസ്റ്റിന്റെ ഫാക്ടർ, ഏജന്റ് ഫാക്ടർ, എൻവയോൺമെന്റൽ ഫാക്ടർ, ഇങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു എപ്പിഡമിയോളജിക്കൽ ട്രയഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പിഡമിയോളജി എന്തൊക്കെയാണ്? അതിൽ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് സർവൈലൻസ് ആൻഡ് മോണിറ്ററിംഗ് ആണ്, അല്ലെ. പാസീവ് സർവൈലൻസ് ആണോ, ആക്റ്റീവ് സർവൈലൻസ് ആണോ, പിന്നെ പറയുന്നത് സിൻഡ്രോമിക് സർവൈലൻസ് ആണോ എന്നുള്ളതൊക്കെ നോക്കി എങ്ങനെയാണ്, അതായത് മോണിറ്ററിംഗ് ഡിസീസ് ഇൻസിഡൻസ്, പ്രിവലൻസ്, അതേപോലെ തന്നെ ഇതിന്റെ ട്രാക്ക് ചെയ്യുന്നത്, ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്, ഇതുള്ളതൊക്കെ നോക്കി റുട്ടീൻ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഒരു ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് അതായത് എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യണേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്
സെക്കൻഡ് വൺ പറയുന്നത് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് കേസ്, അതായത് ഇപ്പോൾ ഈ എപ്പിഡെമോളജിസ്റ്റ് കണ്ടക്ട് ചെയ്യാണ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എന്താണ് ഇതിന്റെ സോഴ്സ്, ട്രാൻസ്മിഷൻ ഉണ്ടാവാനായിട്ടുള്ള മോഡ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി, റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ അത് സ്പ്രെഡ് ആവുന്നതാണോ, സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കേസിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുക, ട്രേസിങ്, അതായത് എങ്ങനെയാണ് ഏത് കോണ്ടാക്റ്റിലൂടെയാണ് അത് വരുന്നത് എന്നുള്ളതൊക്കെ ട്രേസ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് ഈ നിപ്പയൊക്കെ വന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് അനാലിറ്റിക്കൽ സ്റ്റഡീസ്, അതായത് എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് ചെയ്യുക, എന്താണ് അതിന്റെ റീസൺ, ഏത് ഫാക്ടർ കൊണ്ടാണ് ഈ ഒരു ഡിസീസ് വന്നത്, അത് സ്പ്രെഡ് ആവുന്നതിന്റെ റീസൺ എന്താണ്, ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മോഡലിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം ഈ മാത്തമെറ്റിക്കൽ മോഡൽസ്, അതായത് സൈമുലേറ്റ് എന്താണ് പറയുന്നത്, ഡിസീസ് ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ട്രെൻഡ്സോ അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നതാണ് കമ്പാർട്ട്മെന്റൽ മോഡൽസ്, ട്രാൻസ്മിഷൻ മോഡൽസ്, ഫോർകാസ്റ്റിംഗ് മോഡൽസ്. ഈ മൂന്ന് ഇതാണ് പറയുന്നത്. അത് ഡിവൈഡ് പോപ്പുലേഷനെ ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കമ്പാർട്ട്മെന്റൽ മോഡൽസിൽ. ട്രാൻസ്മിഷൻ മോഡൽസിൽ നമുക്ക് എന്താണ് അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അത് നോക്കുന്നത്. ഫോർകാസ്റ്റിംഗ് മോഡൽസിൽ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ ഡിസീസിന് നമുക്ക് അത് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. നാലാമത് ആയിട്ട് വരുന്നതാണ് ജനോമിക് എപ്പിഡെമിയോളജി. അതിൽ പറയുന്നത് അഡ്വാൻസ്മെന്റ് ആണ്, അതായത് ജീൻസിനും അതുപോലെ തന്നെ മോളിക്യൂൾസിനും അതിന്റെ ക്യാരക്ടറൈസേഷൻ, പാത്തോജൻസിന്റെ അതൊക്കെ നമ്മൾ നോക്കി ട്രാക്ക് ചെയ്ത് ട്രാൻസ്മിഷൻ ചെയിൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അത് ഐഡന്റിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ജനോമിക് എപ്പിഡെമിയോളജിയിൽ മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മേജർ ഇൻഫെക്ഷസ് ഡിസീസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് ഇൻഫ്ലുവൻസ. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്, നമുക്ക് ഇൻഫ്ലുവൻസ, COVID-19 ഈ രണ്ടെണ്ണമാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് വെക്ടർ ബ്രോൺ ഡിസീസ് ആണ്. അതിൽ പറയുന്നതാണ് മലേറിയ, ഡെങ്കു ഫീവർ. പിന്നെ പറയുന്നത് വാട്ടർ ബോൺ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ്, അതിൽ വരുന്നതാണ് കോളറ, പിന്നെ നമ്മളുടെ സാൽമണോല. പിന്നെ പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് HIV, എയ്ഡ്സ്, പിന്നെ നമ്മളുടെ സഫൈലൈസ്. പിന്നെ ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്ന ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകൾ. പിന്നെ പറയുന്നത് ചാലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ ഇൻഫെക്ഷസ് ഡിസീസ് എപ്പിഡെമിയോളജി. അതിൽ ഫസ്റ്റ് വരുന്നത് എമർജിങ്ങും റീ എമർജിങ്ങും ആയിട്ടുള്ള ഡിസീസുകളാണ്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസും സൂണോട്ടിക് ഡിസീസും വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ആണ്. അതിൽ നമുക്ക് വാക്സിൻ ഡെവലപ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യാം. മൂന്നാമത് ഹെൽത്ത് ഇൻഇക്വിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇൻഇക്വിറ്റീസ് എന്താണെന്നുള്ളത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റൽ ഹെൽത്ത്, ഇത് നമ്മൾ എന്താണ് ഈ ഒരു ഡിസീസിനെ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന്റെ ഇമ്പാക്റ്റിനെ എഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എങ്ങനെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ നടക്കുന്നതിന്റെ പ്രിവെൻഷന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇൻസെക്റ്റുകൾ വഴി ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും നമ്മൾ എടുക്കുക. ഐസൊലേഷൻ ചെയ്യണമെങ്കിൽ ഐസൊലേഷൻ ചെയ്യുക, അതുപോലെ നമ്മൾ മാക്സിമം നമ്മളെ ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസുകൾ നമ്മൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് പറയുന്നത് കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആണ്. മലേറിയ കൺട്രോൾ പ്രോഗ്രാമുകൾ, അതിന്റെ അപ്രോച്ചും ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡെങ്കു ഫീവർ ആണെങ്കിലും അതിന്റെ സ്ട്രാറ്റജീസ് എന്താണ്, ചാലഞ്ചസ് ആയിട്ട് എന്തൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൽ മെയിനായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് എന്താണെന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്, കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ്, ഇതാണ് കോമൺ ആയിട്ട് ഒരു സോഷ്യൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മളൊരു പേഷ്യന്റിന് അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് ക്ലാസ്സുകൾ, ഇതൊക്കെ കൊടുത്ത് നമുക്ക് പേഷ്യൻസിനെ ആണെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ആണെങ്കിലും ഓരോ അസുഖങ്ങൾ വരുന്നതിന്റെ റീസൺ എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് അത് ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.